ഹേയ് ഗൈസ്, അങ്ങനെ ഞാനും അലഞ്ചേട്ടനും ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിൽ കൊണ്ടുപോകാന്നാണ് അലഞ്ചേട്ടൻ പറഞ്ഞിരിക്കണേ. അങ്ങനെ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിൽ പോവാന്ന് പറഞ്ഞല്ല, ഫോർട്ടിച്ച് കാണിച്ചെടുക്കാൻ പറഞ്ഞ ലാസ്റ്റ്. ഇവിടെ ബീച്ച് എത്തി. എനിക്ക് ഞാന് പകല് ഫോർട്ട് കൊച്ചി എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു രാത്രി നമുക്ക് കളർഫുൾ. അതെ, അപ്പൊ നൈറ്റ് വ്ളോഗ് ആക്കാന്ന് തന്നെ വിചാരിച്ചു. ആദ്യം ബജിക്കടയിൽ പോയല്ല, ബജിക്കടയും കാണുന്നു. ഏതെങ്കിലും എടുത്തോ. അതെന്തിട്ടാ എടുത്തോ ചേട്ടാ? അതല്ല രണ്ട് ബദാം ജ്യൂസ് വെച്ചിട്ടുണ്ട്. എന്താ ഒന്നും ഐഡിയ ഇല്ല. അപ്പൊ ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ല. ഞാന് പരിചയം കണ്ടപ്പോ വിചാരിച്ചാ ഇത് സ്ഥിരം മേടിക്കാറുള്ള സംഭവമാണ്. ഇല്ല വെള്ളം തണുപ്പ്. എങ്ങനെയുണ്ട്? ഇതിന്റെ റിവ്യൂ നമുക്ക് ചെയ്യാം. കിട്ടുന്ന എല്ലാ റിവ്യൂ കേട്ടോ. എസൻസ് ആണ്, അത്ര പോരാ ഗൈസ്. ബദാം ജ്യൂസ് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. എസൻസ് അല്ലേ? അല്ല കുഴപ്പമില്ല. എവിടെ ഇപ്പൊ ഈ ഐസ്ക്രീം വ്ളോഗ് എടുക്കണോ? എൻ്റെ അടുത്തേക്ക് വേണോ? കുറച്ച് ഷോണെന്ന് വിചാരിക്കും. ഗൈസ്, ഇവിടെ ഒരുത്തൻ ഇവിടെ മാഷ്മെല്ലോ അവന്മാര് കുറച്ച് ഷോ ഇറക്കാൻ നിന്നതാ. പക്ഷെ അപ്പോഴേക്ക് എന്താ പറയാ, അസൂയക്കാരൻ. എനിക്ക് അസൂയൊന്നുമില്ലല്ലോ. പൊട്ടന്മാര് ഇതൊക്കെ കണ്ടിട്ട് എന്നാ ലൈഫ് പഠിക്കാൻ നോക്കുക. ലൈഫ് പഠിച്ചാണ് അവിടെ നിക്കുന്നത്. പഠിച്ചില്ല സാർ. ഇനിയൊക്കെ ഞാൻ പറയില്ല. ഒരിക്കലും നമ്മൾ ക്ലാസ് വേസ്റ്റ് കളയാൻ പാടില്ല. സോറി, പുറത്ത് കളയാൻ പാടില്ല. ഗായ്സ്, എന്റെ കുപ്പിയുടെ അടപ്പ് കൊണ്ട് കളഞ്ഞ് വലിയ നന്മമരാവാൻ നോക്കിയതാണ്. കളഞ്ഞതാണ്. നീന് കുപ്പിയോട് കളഞ്ഞാ പോലെ. ഓ ശരിയാ. ഹൈ ഗായ്സ്, എന്റെ ബാക്കില് ഇവിടെ ഒരു സാധനം കാണുന്നുണ്ട്. അതെന്താന്ന് നമ്മുടെ കൊച്ചിക്കാരനോട് ചോദിക്കാം. വായോ പറഞ്ഞോ. ഗൈസ്, ഫോർട്ട് കൊച്ചി ബീച്ച് വരുമ്പോൾ നമുക്ക് ഏറ്റവും സ്പെഷ്യൽ കാണാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് പോയതെങ്കിലും പിന്നെ വേസ്റ്റ് അവിടെ നിക്ക്. ആക്കുമ്പോൾ വഴി കൊടുക്കണ്ടേ? ഓ ബാക്കില് കാണുന്ന സാധനം എന്തുവാ? ആ ബാക്കില് കാണുന്ന സാധനം എന്തുവാ? കാണുമ്പോൾ നമ്മൾ ബോയിലർ എന്ന് പറയും. ബോയിലർ എന്ന് തോന്നുന്നു. പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ അവിടെ വേസ്റ്റ്. ഇത്ര നേരം ഇതാ സാധനം എന്താണെന്ന് ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചിട്ട് എന്നിട്ട് ഞാൻ ലെൻസിൽ നോക്കി കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ കൊച്ചിക്കാരൻ മനുഷ്യര് അത് ഞാന് ഇതാണ് ബോയിലർ. ഇത് ഷിപ്പിന്റെ ബോയിലർ ആണെന്നാണ് പറയണത്. പക്ഷെ ഇത് ഇവിടെ കൊണ്ടുവച്ചത് എന്തിനാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്തെങ്കിലും പിടുത്തമുണ്ടോ? ഞാൻ യൂട്യൂബിൽ ടിങ്കിൾ ടിങ്കിൾ ട്വിസ്റ്റർ കുറെ ലൈറ്റ് കണ്ടില്ല, മലമുളപ്പ് കണ്ടില്ലേ? ഈ കൊച്ചിയെ പറ്റി ഒന്ന് എന്നോട് ചിന്തിക്കുന്നത്. ഞാൻ കൊച്ചിയിൽ അണ്ടർവേൾഡ് കൊച്ചിയായിട്ട് ബന്ധപ്പെട്ട് അണ്ടർവേൾഡ് ആയിട്ട് ചോദിക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ പറയുന്നത് ചോദിക്കുന്നത്, കൊച്ചിയിൽ ഈ വെട്ടുള്ള സമയത്ത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അണ്ടർവേൾഡായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ എപ്പോൾ ഇതൊരു കൊച്ചിക്കാരനല്ല, ഇത് ഫുഡ് അടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ രാത്രി ക്വാളിറ്റിപ്പും മരക്കുമില്ല. സോമിൻ്റെ മുളക് കുറയും. പതുക്കെ പറഞ്ഞാൽ കിട്ടൂല മോനെ. പറയണം. രാത്രി ക്വാളിറ്റി പോകുമ്പോൾ മൂന്നിട്ട് പോകാൻ വേണ്ടി കുറച്ച് മുളകിട്ട് വാങ്ങിക്കുന്നു. ഹേയ് ഗൈസ്, ദോ ആ അറ്റത്തുനിന്ന് ഇവിടെ വരെ നടന്നു വന്നു. ഇവിടെ പ്രത്യേകിച്ച് കുറച്ച്
പറഞ്ഞു വന്നത് അടുത്ത മാങ്ങയും കാലിയാക്കി. ഇങ്ങനെ മാങ്ങ തിന്നാൻ വേണ്ടി മാത്രമാണ് വന്നത്. വ്ളോഗ് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ട് എനിക്ക് വെളിപ്പെടുത്തില്ല. അപ്പുറത്ത് മറ്റേ കപ്പലല്ലേ, കപ്പൽ എന്ത് ചെയ്യാം, കപ്പൽ ചാലയുള്ളൂ. അതായത് നമ്മുടെ കൊച്ചിക്ക് കപ്പൽ കിടക്കുന്ന ഈ വഴിയാണ്. ഇപ്പുറത്ത്. അപ്പൊ ആ കപ്പൽ അവിടുന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്. രാത്രി അതിന്റെ വീഡിയോ കിട്ടും, അതിന്റെ വീഡിയോ കിട്ടും. ആണല്ലേ? തിരിച്ചു പോകുമ്പോ അനങ്ങോ പറയാൻ പറ്റുള്ളൂ. കപ്പലിനെ ഇവിടുന്ന് ടഗ് ബോട്ട് വലിച്ചോണ്ട് പോകും. ഇപ്പൊ അത് എനിക്കും ഇല്ലാതെ കിടക്കും. കപ്പലിനെ ബോട്ട് വലിച്ചോണ്ട് പോകും. ടഗ് ബോട്ട് ചെറിയ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കപ്പൽ ആ സ്പീഡിൽ വന്ന് ഞാൻ ഇടിച്ചു കയറും. അപ്പോൾ ചെറിയ 2 ബോട്ടുകൾ വലിച്ച് തള്ളി കയറി കൊണ്ടുപോയി വേറൊരാള് അവിടെ. അത് സംഭവം എന്താണെന്നറിയോ, വായി നോക്കാനുള്ള ദ ബെസ്റ്റ് ഇന്നോവേഷൻ ടെക്നോളജിയാണ്. പറയുമ്പോൾ ഈ ചുറ്റിനും എല്ലാവർക്കും കാണാൻ പറ്റും. അല്ല, ഇതാവുമ്പോ വേറെ പ്രശ്നമില്ലല്ലോ. വേണ്ട. അങ്ങനെ വീണ്ടും ഒരു സാധനം വാങ്ങിക്കാണ്. ഇതാണ് കുൽഫി. ഹേയ് ഗൈസ്, ഫോട്ടോ വെച്ചിട്ട് എല്ലാ വീഡിയോയും നമ്മളെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവാ. ഒന്ന് കഴിയുമ്പോ അടുത്തത്. പക്ഷെ അങ്ങനെയല്ല. റിയാലിറ്റി ഈസ് നോട്ട് ദാറ്റ്. 7 മണിക്ക് ഇങ്ങോട്ട് വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സ്ഥലത്തേക്ക് വന്ന് എത്തുന്നത്. ഇപ്പുറത്ത് കണ്ടൊരു സംഭവം, അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പൊ മറ്റേ എന്തുവാ ബിഗ്ബിയുടെ വീട് കാണാൻ പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകും. അങ്ങനെ നമ്മൾ തപ്പി വന്ന ഒരു സ്ഥലം, ബിഗ് ബി ഷൂട്ട് ചെയ്ത ആ ഒരു വീടാണിത്. ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. ഇൻട്രോ എടുത്ത സമയത്തുള്ള എനർജി ഒന്നും ഇപ്പൊ ഇല്ല. നാട്ടുകാർ കണ്ടോണ്ടിരിക്കുക. ഞാൻ പറയുമ്പോ ഭ്രാന്താന്ന് വിചാരിക്കും ഗൈസ്. ഇതാണ് സംഭവം. ഞങ്ങൾ തപ്പി നടന്ന ആ ഒരു വലിയ മനുഷ്യൻ പോവാണ്. നമ്മുടെ ബാക്കിൽ ആ ഒരു മരത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഒരാൾ വ്ളോഗ് ചെയ്ത് എൻട്രൻസിലേക്ക് കയറി നമ്മൾ. നമ്മൾ കുറേ നേരം തപ്പി നടന്നിട്ട് മരത്തിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വളരെ ചെറിയ മരമാണ്, വലിയ മരമാണ്. അത്രയും അങ്ങനെ ബാക്കിലുള്ള ഈ മരത്തിനെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങാണ്. അങ്ങനെ നമ്മുടെ ഫോട്ടോ വെച്ച് വ്ളോഗ് ഇവിടെ, നൈറ്റ് വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി അത് തന്നെ. അപ്പൊ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഈ വീഡിയോയുടെ നിർത്താണ്. ചാറ്റാ. ഏതോ സ്ഥലമല്ല, ക്വീൻസ് വാക്വേയില് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മസ്റ്റായിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇടാം. അപ്പൊ ബൈ.